ബാക്കോ നാബെഗ്ജിൻ പറഞ്ഞയച്ച് ഒരു ഗാങ്ങിനെ കാണാൻ പോയതാണ്. ആള് വേണ്ട വേണ്ട എന്ന് വിചാരിച്ച് നിന്നാലും തലയിൽ കയറുന്നത് കണ്ടത് ഒറ്റ അടിക്ക് തന്നെ അവനെ ബോധം കെടുത്തി. എന്നിട്ടും വിടുന്നില്ല. നാബെഗ്ജിനോടുള്ള ദേഷ്യം അവന്റെ മേലാണ് തീർക്കുന്നത്. പറഞ്ഞ പണി ചെയ്യുന്നതിന് അവനും ബാക്കുവിന് ക്യാഷ് കൊടുക്കും. പക്ഷെ അത് വാങ്ങാൻ തീരെ താല്പര്യമില്ല. നിനക്ക് വേണ്ടി ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നതിനല്ലേ എനിക്ക് ക്യാഷ് തരുന്നത്. പക്ഷെ അച്ഛന്റെ കാര്യം ഓർത്ത് അവന് അത് വാങ്ങിപ്പോകും. തിരിച്ചു വരുന്ന വഴി ഒരു ചെറിയ പയ്യൻ അവന്റെ ക്ലാസ്സിലുള്ള പയ്യനെ അടിക്കുന്നത് കണ്ടു. അത് നാബെഗ്ജിനാണ്. ബാക്കു ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റി. നിനക്കെന്ത് പ്രശ്നമെന്ന് ചോദിച്ചു. എന്നെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് തന്നെ നീയല്ലേ. നാബെഗ്ജിൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ മോശമാകുമെന്ന് പോലും അവൻ വിചാരിച്ചിരുന്നില്ല. ബുള്ളീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ബാക്കു എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അടുത്ത ദിവസം ഗോട്ടക്കും ജൂണ്ടയും ഹീറോയും ബാക്കുവിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് എത്തി. കാരണം ആളിപ്പോ സ്കൂളിൽ പോലും വരാറില്ല. അവന്റെ അച്ഛൻ വന്നതിന് ശേഷമാണ് അവൻ വീട്ടിൽ പോലും കയറാറില്ല എന്ന കാര്യം അറിയുന്നത്. എന്നാൽ അയാളും എല്ലാം ബാക്കുവിന്റെ അമ്മയുടെ തെറ്റാണെന്നാണ് പറയുന്നത്. അവൻ ഒരു മണ്ടനാണ്. ഒന്നെങ്കിൽ അവൻ തെരുവിൽ കിടന്ന് മരിക്കും. ഇങ്ങനെ നാടിനും വീടിനും ഗുണമില്ലാത്ത ഒരു വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഹീറോയോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവന് സ്കൂളിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഫ്രണ്ട്സിന് വേണ്ടി എന്ത് ചെയ്യും. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാണ് പ്രോബ്ലം എന്നാണ്. നിങ്ങൾ അവനെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം കയറി അയാളും അവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ ഹീറോയും നാബെഗ്ജിനും ബാക്കും തമ്മിൽ എന്താ പ്രശ്നം. നീയല്ലേ പറഞ്ഞത് അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. അത് കേട്ട ഗോട്ടക്കും ആ ബാക്കു ആയിരുന്നു അവൻ അറിയുന്ന എല്ലാ കാര്യങ്ങളും അവന് പഠിപ്പിച്ചു കൊടുത്തത്, ഫൈറ്റിംഗ് ഉൾപ്പെടെ. ഇതേ കാരണം കൊണ്ടായിരുന്നു ബാക്കുവും ഞാൻ ഈ ഒരിക്കലും ആർക്കും ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കില്ല എന്ന് ഹീറോയോട് പറഞ്ഞിരുന്നത്. അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞതും യൂണിയന്റെ കാര്യങ്ങൾ ഏകദേശം അറിയുന്ന ഹ്യൂമന്റെ അടുത്ത് ബാക്കു എവിടെ ഉണ്ടാകാനാണ് സാധ്യത എന്ന് ചോദിച്ചു. അവര് ഒന്നെങ്കിൽ ബൈക്ക് ഷോറൂമിന്റെ അകത്തോ അതോ അവരുടെ ആ സങ്കേതത്തിലോ ഉണ്ടാകാനാണ് ചാൻസ്. എന്നാൽ ഇവർക്ക് ആകെ അറിയുന്നത് സങ്കേതത്തെ കുറിച്ച് മാത്രമായിരുന്നു. ആ പ്ലേസ് ഏതാണെന്ന് ചോദിച്ചതും ആദ്യം നിങ്ങൾ ആ ബൗളിംഗ് സങ്കേതത്തെ കുറിച്ച് അറിയണം. അവിടുത്തെ മാനേജർ നാബെഗ്ജിനാണ്. അവിടെ വെച്ചാണ് അവന്മാരുടെ ക്യാഷ് ഇടപാടുകൾ, മണി ലോണ്ടറിങ്. അതിന്റെ ഓണർ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണ്. ഒരു പ്രശ്നം വരാതിരിക്കാനാണ് മൈനസിനെ വെച്ച് അയാൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ആ മോട്ടോർ സൈക്കിൾ ഷോറൂം അത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അവിടെയാണ് അവർ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ബൈക്കുകളെല്ലാം നമ്പർ പ്ലേറ്റ് മാറ്റും. ബൈക്കിന്റെ പാർട്സ് തന്നെ മാറ്റി ഓൺലൈനിൽ വിറ്റോണ്ടിരിക്കുകയാണ്. കൂടാതെ അവന്മാരും അതിന്റെ രേഖകളെല്ലാം സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോ അത് കിട്ടിയാൽ നിങ്ങൾക്കത് തെളിവായി പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കൊടുത്ത് ആ യൂണിയനെ തന്നെ പൂട്ടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കൂടാതെ നല്ല ക്യാഷ് കിട്ടുന്നത് കൊണ്ടാണ് യൂണിയനിൽ ആൾക്കാർ ചേരുന്നത് എന്ന് പറഞ്ഞു. ഇതുപോലൊരു ലക്ഷറി ബൈക്ക് മോഷ്ടിക്കാൻ നാബെഗ്ജിൻ ബാക്കുവിനെ പറഞ്ഞയച്ചിരുന്നു. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.